കഴിഞ്ഞ വീഡിയോയിൽ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണെന്ന് അറിയില്ല, സന്തോഷ് കുമാർ ചേട്ടൻ എന്തായാലും എന്റെ അവതരണം പിടിച്ചിട്ടില്ല. മുഴുവൻ വീഡിയോ കണ്ടതിന് ശേഷം എന്റെ അവതരണത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ. മാക്സിമം ഞാൻ എന്റെ അവതരണം നന്നാക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഉത്തർപ്രദേശിന്റെ ഹൃദയഭാഗത്ത് കോറിയിട്ട ഒരു മുദ്രാവാക്യം എങ്ങനെയാണ് ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തെ തകർത്തെറിഞ്ഞത്? ഐ ലവ് മുഹമ്മദ് എന്ന ഭക്തി പ്രകടനം 2 ആഴ്ചക്കുള്ളിൽ ഒരു വലിയ കലാപമായി വളരാനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ ഒരു വശത്തെ മുസ്ലിം ജൻസികളുടെയും മറുവശത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും പ്രക്ഷോഭങ്ങള് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ കടന്ന് പടർന്ന് പന്തലിച്ചത്? ഈ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 22-ലധികം പോലീസുകാർക്ക് പരിക്കേൽക്കാനും മുസ്ലിം വിഭാഗത്തിന്റെ 38 കടകൾ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയ യോഗി ആദിത്യനാഥിന്റെ ചോട് ദോ ഫിർ ചോടെങ്കി നഹി എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾക്കും വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്ന തരത്തിലുള്ള UP ഭരണകൂടത്തിന്റെ പ്രതിരോധ തന്ത്രങ്ങൾ ഉൾപ്പെടെ ഈ കലാപത്തിന്റെ തുടക്കം, വളർച്ച, ഇവയെ തുടർന്നുണ്ടായ ഹിന്ദുത്വ രാഷ്ട്രീയ നിലപാടുകൾ തുടങ്ങി പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്, എങ്ങനെയാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് നോക്കാം. ഈ സംഘർഷങ്ങൾക്കെല്ലാം തുടക്കമിട്ട സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത് 2025 സെപ്റ്റംബർ ആദ്യവാരം കാൺപൂരിൽ വെച്ചാണ്. ബറാവാഫത്ത് അഥവാ ഈദ് മിലാദ് ഉൻ നബി എന്ന ഘോഷയാത്രയോടനുബന്ധിച്ച് ഘോഷയാത്രയുടെ പാതയിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടതാണ് കലാപത്തിന് ആദ്യമായി തിരികൊളുത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുസ്ലിം വിഭാഗത്തിന് ആ ബോർഡുകൾ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന സംരക്ഷിതമായ ഒരു വിശ്വാസ പ്രകടനം മാത്രമായിരുന്നുവെങ്കിൽ പ്രാദേശിക ഹിന്ദു സംഘടനകൾ ഈ പ്രദർശനത്തെ ഉടൻ തന്നെ എതിർക്കുകയും ഇതൊരു പുതിയ ആചാരമാണെന്ന തരത്തിലുള്ള ആരോപണം ഉയർത്തുകയും ചെയ്തു. പൊതു ഇടങ്ങളിലും ആചാരങ്ങളിലും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനുള്ള ശ്രമമായി ഹിന്ദു വിഭാഗങ്ങൾ ഈ മുദ്രാവാക്യത്തെ വിലയിരുത്തുന്നതിനെ തുടർന്നിട്ട് ഈ പ്രശ്നം ഒരു മതപരമായ മുദ്രാവാക്യത്തിൽ ഒതുങ്ങാതെ ആരാണ് പൊതു ഇടങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കമായി ഈ വിഷയം അതിവേഗം ആളി കത്തുകയാണ് ഉണ്ടായത്. കാൺപൂരിലെ പ്രാഥമിക സംഘർഷത്തിന് പ്രധാന ഉത്തരവാദിയായി കണക്കാക്കപ്പെട്ടിരുന്ന സുവൈബർ അഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള ചിലർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രമസമാധാനം നിലനിർത്താനുള്ള സംസ്ഥാനത്തിന്റെ ആദ്യ ശ്രമങ്ങള് വേണ്ടത്ര ഫലം കണ്ടതുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാൺപൂരിലെ ബോർഡുകൾ നീക്കം ചെയ്യാനും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം സ്ഥിതിഗതികളെ ശാന്തമാക്കുന്നതിന് പകരം ഭരണകൂടം മതസ്വാതന്ത്ര്യം അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന വ്യാഖ്യാനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉടനടി ഉണ്ടാകുന്നതിന് കാരണമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ബറേലിയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും പ്രതിഷേധം അക്രമാസക്തമായി പടരുവാൻ ഒരു പ്രധാന കാരണമായി മാറി എന്നുള്ളതാണ്. കാൺപൂരിൽ ആരംഭിച്ച ഈ വിഷയം വാർത്തകളിലൂടെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയും ഐ ലവ് മുഹമ്മദ് എന്ന ഹാഷ്ടാഗോടുകൂടി അതിർത്തികൾ ഭേദിച്ച് അതിവേഗം ഇന്ത്യയിലുടനീളം വ്യാപിച്ചു. ഉത്തർപ്രദേശിലെ കാൺപൂരിന് പുറമെ മോദിനഗർ, മുറാദ് നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുകയും പ്രതിഷേധക്കാർക്കെതിരെ ബജ്രംഗ് ദൾ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സംഘർഷ സാഹചര്യങ്ങളും ഉണ്ടാവുന്നു. ഇതുകൂടാതെ സീതാപൂർ സ്കൂളുകളിൽ ഹിന്ദു വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിച്ച് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിപ്പിച്ചെന്ന ആരോപണങ്ങളെ തുടർന്നും സംഘർഷങ്ങൾ അണമുട്ടി. വാരണാസി, മോരദാബാദ്, ഉന്നോവ, ലക്നൌ എന്നിവിടങ്ങളിലേക്കും കൂടെ പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലുകളും വികസിച്ചു. കൂടാതെ ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിലും ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിലും കല്ലേറുകളും സംഘർഷങ്ങളും ഉണ്ടാവുകയായിരുന്നു. ഈ പ്രചരണത്തിന് മറുപടിയായിട്ട് വാരണാസിയിലെ ഹിന്ദു സന്യാസിമാര് ഐ ലവ് മഹാദേവ് എന്ന പോസ്റ്ററുകളുമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഈ മറുപടി പ്രകടനത്തിലൂടെ യഥാർത്ഥ ഐ ലവ് മുഹമ്മദ് പ്രസ്ഥാനം ഭക്തിയുടെ മറവിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രകോപനപരമായ ശ്രമമാണെന്ന് അവർ വരുത്തി തീർത്തു. ഈ നീക്കങ്ങളെല്ലാം സംവാദത്തിന്റെ ശ്രദ്ധ മതസ്വാതന്ത്ര്യത്തിൽ നിന്ന് പൊതു ഇടങ്ങളിലേക്ക് മതപരമായ മേധാവിത്വത്തിനായുള്ള മത്സരത്തിലേക്ക് മാറുകയായിരുന്നു. ഈ വർഗീയ ധ്രുവീകരണത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാൺപൂരിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് 250 കിലോമീറ്റർ അകലെയുള്ള ബറേലിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവിടെ അക്രമങ്ങൾ ആരംഭിക്കുന്നത്. പ്രാദേശിക പുരോഹിതനായ തൗഹീർ റാസ ഖാൻ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ കലാപം പ്രോത്സാഹിപ്പിച്ചെന്ന കാരണത്താൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നിട്ട് വലിയ ജനക്കൂട്ടം ഇസ്ലാമിയ ഗ്രൗണ്ടിന് സമീപം ഒത്തുകൂടുകയും നിയമങ്ങൾ ലംഘിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധം അക്രമാസക്തമായി മാറുകയും ജനക്കൂട്ടം കല്ലെറിയുകയും വാഹനങ്ങൾ നശിപ്പിക്കുകയും പോലീസിനെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തി ചാർജ് പ്രയോഗിക്കേണ്ടി വന്നു. പലയിടങ്ങളിലായിട്ട് നടന്ന കലാപങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. കല്ലേറിൽ 22 പോലീസുകാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ഇത് പോലീസിനെതിരെ നടന്ന ആക്രമണത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 39 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 40-ലധികം പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1700ഓളം തിരിച്ചറിയാത്ത വ്യക്തികൾക്കെതിരെ കലാപം, ആക്രമണം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോലീസുകാർക്ക് നേരെയുള്ള സംഘർഷങ്ങൾ ആസൂത്രിതമായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇസ്ലാമിയ ക്യാമ്പസിൽ നിന്ന് നാടൻ തോക്കുകളും സ്ഫോടന വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി ഭരണപരമായ ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്രമണത്തിന് പിന്നാലെ ബറേലി മുനിസിപ്പൽ കോർപ്പറേഷൻ
38 കടകൾക്കാണ് മുദ്രവെച്ചത്. നയാബാട്ടി ചൌക്കിന് സമീപമുള്ള ഈ കടകൾ പ്രധാനമായും മുസ്ലിം സമുദായക്കാരുടേതായിരുന്നു. കേന്ദ്രവും UP ഗവൺമെന്റും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ ശിക്ഷാ നടപടി എന്നാണ് ഭരണകൂടത്തിനെതിരെയുള്ള വ്യാപാരികളുടെ ആരോപണം. ഇതേ തുടർന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ബറേലിയുടെ പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ ഗവൺമെന്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങളെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം ഉപരി യോഗി ആദിത്യനാഥിന്റെ പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന്. 2017 മുൻപ് UP യിൽ കലാപങ്ങൾ പതിവായിരുന്നു എന്നും എന്നാൽ അതിനുശേഷം സ്ഥിതി മാറിയെന്നുമാണ് യോഗിയുടെ പ്രധാന പ്രസ്താവനകളിൽ ഒന്ന്. സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടസ്സമുണ്ടാക്കുന്ന നീക്കങ്ങളായാണ് യോഗി ഈ കലാപങ്ങളെ ചിത്രീകരിച്ചത്. അറസ്റ്റിലായ പുരോഹിതൻ തൗഗീർ റാസഖാനെ പരോക്ഷമായി പരാമർശിച്ചത് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് ആരുടെ ഭരണമാണ് നടക്കുന്നത് എന്ന് അയാൾ മറന്നുപോയി എന്ന്. ഇത് യോഗിയുടെ ഭരണത്തിൽ രാഷ്ട്രീയമോ മതപരമോ ആയ ഒരു സ്വാധീനവും മുസ്ലിം വിഭാഗത്തിന് ലഭിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. കലാപം ഉണ്ടാക്കുന്നവർക്ക് അവരുടെ ഭാവി തലമുറ പോലും ലഹളകളിൽ ഏർപ്പെടാൻ തയ്യാറാകാത്ത വിധത്തിൽ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് യോഗി താക്കീത് നൽകിയത്. അക്രമത്തിൽ പങ്കുചേർന്നവർക്ക് ഉടനടി സാമ്പത്തികമായ നഷ്ടം വരുത്തുക എന്ന മുഖ്യമന്ത്രിയുടെ തന്ത്രമാണ് ബറേലിയിൽ നടന്നത്. കലാപം നടന്ന ഉടൻ തന്നെ കേന്ദ്രം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 38 കടകൾ അടച്ചുപൂട്ടിയത് ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ്. ഇത് നിയമനിർവഹണ ലക്ഷ്യങ്ങളെ മുനിസിപ്പൽ ഭരണപരമായ നടപടികളുമായി സംയോജിപ്പിക്കുന്ന ഒരു രീതിയാണ്. സ്ഥിരത ഉറപ്പാക്കുക എന്നത് ശക്തമായ പ്രതിരോധങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ഈ ഭരണകൂടം വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ വികസനത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് യോഗിയുടെ ഭരണാധികാരികൾ ഈ പ്രക്ഷോഭങ്ങളെ വിശേഷിപ്പിച്ചത്. ഈ ഭരണകൂട നടപടികൾ നിയമപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടത്തിനെതിരെ കേസെടുക്കുകയും സ്വത്ത് കണ്ടെത്തൽ പോലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന രീതി നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ വിവാദം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഒരു ശക്തമായ രാഷ്ട്രീയ ആയുധമായി മാറിയതായാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും ഐ ലവ് മഹാദേവ് പോലുള്ള മറുപ്രചാരണങ്ങളെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്തതിലൂടെ ഭരണകക്ഷിക്ക് ഹിന്ദു വികാരങ്ങൾ ഏകീകരിക്കാൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് നവരാത്രി ആഘോഷങ്ങളുടെ സമയമായതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം കൂടുതൽ ശക്തമാക്കാൻ കാരണമായി. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഇന്ത്യ പോലെ മതസൗഹാർദ്ദത്തിന്റെ വൈവിധ്യമായ ഒരു രാജ്യത്തിൽ വിശ്വാസികളുടെ ഒരു ചെറിയ ദൈവത്തിനുള്ള കുറിപ്പടിക്ക് പോലും എത്ര വേഗത്തിൽ ഒരു ദേശീയ കലാപമായി മാറി സമൂഹത്തിന്റെ വികാരങ്ങൾക്ക് തീപിടിക്കുമെന്നുള്ളതാണ്. ഭാവിയിൽ ഇതുപോലുള്ള കലാപങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സമാധാനപരവും സംവേദനാത്മകവുമായ മുദ്രാവാക്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് എന്നെ കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും സ്വയം ചിന്തിച്ചു തുടങ്ങേണ്ടതിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്നേഹപൂർവ്വം ദാസൻ നെന്മാറ. ചെവിയിൽ ഇനിയും തുളയുന്ന ഇരുമ്പിൻ മതമുഴക്കം, കണ്ണിൽ ഇരുട്ടുകടത്തുന്ന വർഗീയ പുകപടലം, ചുട്ടുപഴുത്ത വയലിൻ വിള്ളലിൽ രക്തത്തുള്ളികൾ പേമാരിയായി ഒഴുകി, മനുഷ്യൻ തൻ അലമുറകളിൽ പ്രതീക്ഷകൾ തൻ ജനഗണമന പാടി, നെഞ്ചിടിപ്പ് താളമായി വെമ്പലുകൾ ഈണമായി, വിണ്ടുവീണ കല്ലുകളിനിടയിൽ ഒരു പുത്തൻ പുലരി തളിർ സൂര്യനെ തേടി, പരിക്കേറ്റ കുഞ്ഞിപ്പുഴുവിന്റെ നീലച്ചെറുകുകൾക്കിടയിലൂടെ ഒരു പ്രാർത്ഥനയായി അത് വളരുമാറായി. ബാക്കിയായുള്ള അതിജീവിതരും അവരുടെ കൈപ്പടയിലെ ഒടിയാത്തൊരു തീപ്പന്തവുമായവർ മൗനത്തിന്റെ കുരുവിനുള്ളിൽ മുളച്ചു പൊന്തിയ ഇലകളെ നോക്കി, ഓ യുദ്ധമേ നീ വിതച്ച വീണ മനുഷ്യർ ഞങ്ങൾ കൊയ്തെടുക്കും, ഒരു പുതിയ ഉഷസ്സിൽ ഞങ്ങൾ മാപ്പിന്റെ വിത്തുകൾ വിതയ്ക്കും. കലാപങ്ങളെ നിങ്ങൾക്കിനി വിട, ഒരു നിശബ്ദതയുടെ ഗർഭത്തിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കട്ടെ.